ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ റിസൾട്ട് വരാണ് നെക്സ്റ്റ് വീക്ക് 15-ാം തീയതി. അതിൻ്റെ റിസൾട്ട് വരാണ്. നല്ലൊരു ബിൽഡപ്പ് അതിൽ കാണുന്നുണ്ട്. ടെക്നിക്കൽ വൈസ് തന്നെ നല്ലൊരു ബിൽഡപ്പ് അതിൽ കാണുന്നുണ്ട്. അത് പക്ഷേ ഒരുപാട് റൺ ചെയ്തൊരു സ്റ്റോക്കാണ് താനും. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന ആ സ്റ്റോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാം, ലോങ് ടേമിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഓരോ ക്വാർട്ടർ റിസൾട്ടും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. ഇനി വരാൻ പോണ റിസൾട്ട് നന്നാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് എക്സ്പെക്ടേഷൻസിനും വെരി വെരി ബിഗ് ആണ് ആ ഒരു റിസൾട്ടിന് മേലെ. സോ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ സ്വിംഗ് ബേസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ ഓരോ സ്റ്റേജിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴത്തെ എൻട്രി വീണ്ടും വാങ്ങി അങ്ങനെ ലോങ് ടേമിലേക്ക് കൂടെ വെക്കാൻ പറ്റിയ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. അതിൻ്റെ ഇയർ ഹൈ 760 ആണ്, ഇയർ ലോ 198 ആണ്. സോ 220 230 ലെവലിന് ഒരു താഴോട്ട് നോക്കാതെ മുന്നോട്ട് കയറിയോട് പോയ ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഞാൻ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, GMDC ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ്, ചെറിയതൊന്നുമല്ല, 50-60% റിട്ടേൺ ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് റണ്ണ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയ ലിറ്റിൽ കോഷ്യസ് ആയിരിക്കണം. പക്ഷേ നല്ല റിസൾട്ട് കൊടുക്കുകയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ഇവിടുന്ന് വീണ്ടും നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കാൻ സാധ്യത. കാരണം അത് ബുള്ളിഷ് ആണ്. ഇപ്പം ആ ഒരു സെക്ടറിൽ തന്നെ ബുള്ളിഷ് ആണ് എല്ലാവരും. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏക വെർട്ടിക്കലി ഇൻറ്റിഗ്രേറ്റഡ് കോപ്പർ പ്രൊഡ്യൂസറാണ്. അതായത് മോണോപ്പൊളി സ്റ്റോക്കാണ്. കോപ്പർ മൈനിങ് മുതൽ കോപ്പറിനെ സെയിലബിൾ പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റേജസും കൂടെ പോണ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. എല്ലാ ഓപ്പറേറ്റിംഗ് മൈനിങ് ലീസസിലും ഓൺ ചെയ്യുന്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. അതും 2040 വരെ വാലിഡ് ആവുന്ന ലീസിൽ എല്ലാത്തിലും ഹിന്ദുസ്ഥാൻ കോപ്പർ വേറൊരു കമ്പനി ഇതിലില്ല. കോപ്പർ മൈനിങ്ങിൽ 5 പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ജാർഖണ്ഡ്, MP, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഈ 5 സ്ഥലത്തും ഇത് 5 പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി റീസെൻ്റ്ലി 3.5 MTP ആണ്, മെട്രിക് ടൺ പെർ ആനം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 12.20, അതായത് ഡബിളൊന്നുമല്ല, ഡബിള് തന്നെ ആവും 2031 ആകുമ്പോഴേക്ക് ആവുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും ഡിമാൻഡ് വളരെ കൂടുതലാണ് കോപ്പറിന്. ഇത് സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലുള്ള കമ്പനി തന്നെയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ, സംശയമില്ല. 2000 കോടിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻസ് ആണ് അടുത്ത 5-6 കൊല്ലത്തേക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ്. ഇനി എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ മാനുഫാക്ചേഴ്സ് ആണ്, മോണോപ്പൊളി കമ്പനിയാണ്. അപ്പോൾ സോ കോപ്പറിന് ഇനി ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കാര്യമുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഹൈ ഡിമാൻഡാണ് കോപ്പറിൽ കാണുന്നത്. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ്, റിന്യൂവബിൾ എനർജീസ്, AI ഡാറ്റ സെൻറ്റേഴ്സ്, പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ സിൽവറിനുമായി തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള കമ്പനിയാണ്. പ്രൊഡക്റ്റ് കമോഡിറ്റിയാണ് കോപ്പർ. സോ പല ഈ കോപ്പറും അതുപോലെ തന്നെ സിൽവറും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് തന്നെ. അതിൽ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ റിന്യൂവബിൾ എനർജി തന്നെ സിൽവറിന് ഇമ്പോർട്ടൻസ് സിൽവറിലുണ്ട്, അതിനെ കോപ്പറിലേക്ക് മാറ്റാൻ സാധിക്കില്ല. സോ ഹൈ സെമി കണ്ടക്ടർ ഒന്നാണ്, വൺ ഓഫ് ദ ഹയസ്റ്റ് സെമി കണ്ടക്ടറാണ് സിൽവർ. സിൽവർ ഞാൻ വളരെ ബുള്ളിഷാണ്. സിൽവറിന് റിലേറ്റഡ് ആയ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. പിന്നെ കോപ്പർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കമോഡിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, ട്രേഡ് ചെയ്യാം. പക്ഷേ സിൽവർ അവൈലബിൾ ആണ്. നിഫ്റ്റി സിൽവർ ETF ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ കോപ്പറെ സംബന്ധിച്ചിടത്തോളം കോപ്പർ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഈ കമ്പനി തന്നെ വാങ്ങണം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സിൽവറിൽ ഹിന്ദുസ്ഥാൻ സിങ്കിന് പുറമെ നമുക്ക് സിൽവർ ആയിട്ട് തന്നെ വാങ്ങാം, ETF ആയിട്ട് തന്നെ വാങ്ങാം. പക്ഷേ കോപ്പർ ETF ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കോപ്പറിൽ ഭാവി കൂടും, ഭാവിയിൽ വളരെ അധികം വളർച്ച സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് സ്കാർസിറ്റി വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പം നവരത്ന സ്റ്റാറ്റസ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കിട്ടാനുള്ള സർവ്വ സാധ്യതകളും ഉണ്ട്. 9 months വരെയുള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ കൊടുത്തത്. ഇനി ഈ ലാസ്റ്റ് ക്വാർട്ടർ, മാർച്ച് ക്വാർട്ടർ റിസൾട്ട്, ഫിനാൻഷ്യൽ ഇയർ 2025-26 ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വന്നിട്ടില്ല. അതാണ് 15-ാം തീയതി വരുന്നത്. റിസ്ക് പറയണമല്ലോ. റിസ്ക് പറയുമ്പം ഒരു സൈക്ലിക്കൽ കമോഡിറ്റി സ്റ്റോക്കാണ്. അപ്പം ആഗോളതലത്തിൽ വരുന്ന കമോഡിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യും. സ്വാഭാവികമാണത്. ഗ്ലോബലായിട്ടുള്ള കോപ്പർ പ്രൈസ് വരുന്ന മാറ്റം ഇതിൽ എഫക്റ്റ് ചെയ്യും. സോ ഒരു കൊച്ചു വോൾട്ടൈൽ ആയിരിക്കും സ്റ്റോക്ക്.
ഒരുപാട് കയറിപ്പോയ സ്റ്റോക്കാണ്. ഈ 3 റിസ്ക് ഫാക്ടർ ഞാനിവിടെ എഴുതി വെച്ചത്. സൈക്ലിക്കൽ കമ്മോഡിറ്റി സ്റ്റോക്കാണ്. ഗ്ലോബൽ പ്രൈസ്, കോപ്പർ പ്രൈസിൻ്റെ വ്യതിയാനം അനുസരിച്ച് ഇവിടെ മാറാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഓടിയിട്ടുമുണ്ട്. ഓക്കെ, ഇനി പ്രസന്റ് പ്രൈസ് നോക്കുകയാണ് 569 ആണ്. ഇയർ ഹൈ 760, 198 ആണ്. സോ 760 നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30-40% ബിലോ പ്രൈസിലാണ് ഇപ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്നത്. ഫേസ് വാല്യൂ 5 ഉണ്ട്. 64% EPS ഗ്രോത്ത് ഉണ്ട്. പി റേഷ്യോ ഇൻഡസ്ട്രിയൽ പിന്നെക്കാളും കുറച്ച് കൂടുതലാണ്. 75 ആണ് ഇൻഡസ്ട്രിയൽ പി, 82.5 ഉണ്ട്. കുഴപ്പമില്ല. നെക്സ്റ്റ് വരാൻ പോകുന്ന റിസൾട്ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫോർവേഡ് പി ഓക്കെ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 18.7 ഉണ്ട്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 23.8 ഒക്കെ നല്ലതാണ്. ഡെപ്റ്റ് ഇക്വിറ്റി 0.05 ഉള്ളൂ. അതായത് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഷെയർ ക്യാപിറ്റൽ 484 കോടിയേ ഉള്ളൂ. റിസർവ് 1599 കോടിയുണ്ട്. നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. FISും DISും നല്ലൊരു സ്റ്റേക്ക് ഉണ്ട്. 6.34 FISിനടുത്തും 5.33 DISിനടുത്തും സ്റ്റേക്ക് ഉണ്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ. ഒരു നിങ്ങളുടെ പോർട്ട്ഫോളിയോ മസ്റ്റ് ആണിത്. പക്ഷെ ഇതിൽ റിസ്ക് ആണ് എന്ത്, ഈ സൈക്കിളിൽ കമ്മോഡിറ്റി സ്റ്റോക്കാണ് റിസ്ക് വന്നത്. പക്ഷേ ഭാവിയിലേക്ക് കോപ്പർ കിട്ടാനില്ല, സിൽവർ കിട്ടാനില്ല. സോ ഭാവിയിൽ എല്ലാത്തിനും സിൽവറും കോപ്പറും വേണം താനും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോമൺ സെൻസ് ആണ്. കോപ്പറിന്റെ പ്രൈസ് കയറിപ്പോവും. അല്ലെങ്കിൽ കോപ്പറിൽ ഡീൽ ചെയ്യുന്ന കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. സിൽവർ ഡീൽ ചെയ്യുന്ന കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഒരു കോപ്പർ മൈനിങ് കമ്പനി നിലക്കും എൻ്റെ എല്ലാ സ്റ്റേജസിലും കൂടെ വർക്ക് ചെയ്യുന്ന കമ്പനി നിലക്കും ഹിന്ദുസ്ഥാൻ കോപ്പർ ഒരു നല്ലൊരു ബെറ്റാണ്. ഇന്ന് ബ്രേക്ക്ഔട്ട് കുറച്ച് കാണിച്ചു, ഹൈ വോളത്തിൽ വെച്ച് ബ്രേക്ക്ഔട്ടും കൂടെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. സോ ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ഒരു 610 ടാർഗറ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. താഴെ നമ്മൾ പിന്നെയും അത് വാങ്ങാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്പർ ഷെയർസ് കൂട്ടാൻ സാധിക്കും. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ് ഈ ആഴ്ചത്തെ എൻ്റെ ബെറ്റ്. നല്ല റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 650 640 ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ശക്തി പമ്പ്സിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അത് റവന്യൂസ് നല്ല കയറി പോയിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ മാർജിൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ശക്തി പമ്പ്സ് ഒരു 7% 595 വരെ പോയി. നമ്മുടെ റെക്കമെൻഡേഷൻ 510 ലെവലായിരുന്നു ലാസ്റ്റ് റെക്കമെൻഡേഷൻ ആയിരുന്നു. 595 603 വരെ പോയി. പക്ഷെ അവിടെ നിന്ന് കറക്ഷൻ വന്നു. ചിലപ്പം പക്ഷെ അതിൻ്റെ കയ്യിൽ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള കമ്പനിയാണ്. ഭാവി നല്ലതാണ്. പക്ഷേ മാർജിൻ പ്രശ്നം അതിന് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് കൂടാൻ റോ മെറ്റീരിയൽ റേറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലോങ് റണ്ണിലേക്ക് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. പാനിക്കായിട്ട് ബുക്കൊന്നും വേണ്ട. ഒരു 505 510 ലെവലിൽ നല്ല സപ്പോർട്ടാണ്. അതിൽ എൻട്രി എടുക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യൻസ് ലിസണിങ്. താങ്ക് യു.